പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. നിത്യജീവന്റെ പാതയിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കൃപ കടന്നു വന്നപ്പോൾ അവരുടെ വ്യക്തിപരമായ ദൈവാനുഭവം പരസ്നേഹമായി ഒഴുകിയതും വിവിധ തലത്തിൽ ഈ സമൂഹത്തെ പണിതുയർത്തുവാൻ സാമൂഹ്യ രംഗങ്ങളിലേക്കും അതിനേക്കാളൊക്കെ ഉപരിയായി പലരും വ്യക്തിപരമായി ദൈവാനുഭവത്തിലേക്ക് വന്നപ്പോൾ തങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രകാശമായി തീർന്നത്, എങ്ങനെയാണ് അനേകർക്ക് ജീവൻ കൊടുക്കുന്നതായി തീർന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുമുട്ടി. ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ചെത്തിപ്പുഴയിലുള്ള രക്ഷാഭവൻ എന്ന സൊസൈറ്റിയിലെ അതിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ജിമ്മി എന്ന സഹോദരന് കിട്ടിയ ദൈവാനുഭവവും അദ്ദേഹത്തിൽ കിട്ടിയ ദൈവിക ദർശനവും എപ്രകാരമാണ് പരസ്നേഹമായി കാരുണ്യമായി ഒഴുകുന്നതെന്ന് കാണുവാനായി ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ചെത്തിപ്പുഴയിലെ രക്ഷാഭവനിലേക്ക് നമുക്ക് പോകാം. വിശാലമായ വയലേലകളും നിറഞ്ഞൊഴുകുന്ന കായൽ തീരങ്ങളും പിന്നിട്ട് ആലപ്പുഴ വഴി ഞങ്ങൾ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലെ രക്ഷാഭവനിലേക്കാണ് ഇന്ന് എത്തിച്ചേരുന്നത്. സ്നേഹത്തിന്റെ കൂട്ടായ്മ എന്ന പദത്തിന്റെ അർത്ഥം അതിന്റെ പൂർണ്ണതയിൽ കാരുണ്യത്തിന്റെ ശുശ്രൂഷയായി മാറുന്ന ഒരു കൂടാരം. ചങ്ങനാശ്ശേരിയിലും പരിസരത്തുമുള്ള ഒരു പിടി മനുഷ്യർ അവരുടെ ആരോഗ്യവും സമയവും ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവമത് സ്വീകരിച്ച് തന്റെ പുത്രന്റെ സ്നേഹം ഇവരുടെ കരങ്ങളിലൂടെ അനേകരിലേക്ക് പകർന്നു നൽകുന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരും തെരുവിലലയുന്നവരുമായ അനേകം പേർ ഈ സ്നേഹകൂടാരത്തിൽ ഇവരുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കഴിയുന്നു. രക്ഷാഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുള്ള ജിമ്മിച്ചൻ പുല്ലാങ്കളം ഈ കൂട്ടായ്മ വഴി ദൈവം മഹത്വപ്പെടുന്നതിനെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു. ശാലോം ടിവിയിലൂടെ നിത്യജീവന്റെ പാതയിലെ പല വ്യക്തികളെയും അവരുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളും ദൈവവിളിക്ക് ഒരു പ്രത്യുത്തരം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായ ദൈവത്തിന്റെ ഉപകരണങ്ങളായി മാറിയ അനേകരിലൂടെ കർത്താവിന്റെ രാജ്യം വിസ്തൃതമായത് ഇതിനോടകം വന്നു കഴിഞ്ഞു. ഇന്ന് ജിമ്മിച്ചനിലൂടെയാണ് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിത്യജീവന്റെ പാതയിൽ അനേകർക്ക് പ്രചോദനമാകുന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ ജിമ്മിച്ചനെ സ്വാഗതം ചെയ്യുന്നു. വാസ്തവത്തിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് തൊട്ടു മുമ്പുള്ള ജീവിതാനുഭവങ്ങളെന്ന് പറയാമോ? 1950 മുതൽ ഒരു മിനി ട്യൂട്ടോറിയൽ നടത്തി വരികയായിരുന്നു. മറ്റ് 4 അധ്യാപകർ എന്നോടൊപ്പം പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വിടുവാൻ ദൈവകൃപയാൽ സാധിച്ചു. അപ്പൊ ഇത്രയും മനോഹരമായിട്ടൊരു ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതിലേക്ക് വരുന്നതിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അതെങ്ങനെ സംഭവിച്ചെന്ന് പറയാമോ? മിഷൻ ലീഗിന്റെ ഓർഗനൈസറായും സൺഡേ സ്കൂൾ അധ്യാപകനായും പ്രവർത്തനം നടത്തുന്ന കാലഘട്ടത്തിൽ എൻ്റെ വ്യക്തിപരമായ ചില ചിന്തകൾ പൊരുത്തപ്പെടാൻ സാധിക്കാതെ ഞാൻ ആ മേഖലയിൽ നിന്നും പുറകോട്ട് പോയി. അങ്ങനെ ആയിരിക്കുന്ന ഘട്ടത്തിൽ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും മറ്റു ഭാരവാഹികളും വിൻസെന്റ് പോളിൽ ഒന്ന് പ്രവർത്തിക്കണമെന്ന് 1991 എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ ഇനിയും സാധുക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വന്ന് വിൻസെന്റ് പോൾ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ അവിടെ വിൻസെന്റ് പോൾ തുടർന്ന് തന്നെ അവിടെ പ്രസിഡന്റാക്കി. അത് അങ്ങനെ ഇരിക്കുമ്പോൾ 1992 ഞാൻ ഡിവൈനിൽ പോയി ഒരു ധ്യാനം കൂടുവാനിടയായി. അപ്പോൾ സാധുക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി നടത്തി വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുന്നന്താനത്തുള്ള ദൈവരുവാലന ഭവൻ നടത്തുന്ന സിസ്റ്റർ ലിറ്റിയമ്മ ദൈവരുവാലിനെ പറ്റി ഒരു ക്ലാസ് എടുക്കുവാനിടയായി വിൻസെന്റ് പോളിൽ. ആ ക്ലാസ്സിൽ ദൈവരുവാലിനയുടെ വിവിധ തലങ്ങളും അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും തിക്താനുഭവങ്ങളും എല്ലാം ലിറ്റിയമ്മയിലൂടെ കേൾക്കുവാനിടയായി. അപ്പോൾ വിൻസെന്റ് പോളിന്റെ പ്രവർത്തനം ആഴ്ചയിലൊന്നല്ലേ ഉള്ളൂ. സാധുക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രവർത്തിക്കണം. അതിനായി ഒരു
സാധു പ്രായമായവരെ സംരക്ഷിക്കുന്ന ഒരു ഭവനം തുടങ്ങണം ദൈവപരിപാലനയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് എന്നൊരു ഉൾവിളി എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ നവീകരണ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ചില സഹോദരങ്ങളുമായും വിൻസെന്റ് പോൾ സൊസൈറ്റിയിലെ ചില അംഗങ്ങളുമായി ഈ ചിന്ത ഞാൻ പങ്കുവച്ചു. അങ്ങനെ ഒരു 12 പേരടങ്ങുന്ന ഒരു സമൂഹമായി ഞങ്ങൾ 1994 ഒന്നിച്ചു ചേരുവാനിടയായി. അങ്ങനെ ഒരു വർഷത്തോളം ഞങ്ങൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു എല്ലാ ഞായറാഴ്ചയും. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള വിവിധ ഭവനങ്ങൾ സന്ദർശിക്കാനിടയായി. അങ്ങനെ 1995 ഒരു വീട് വാടകയ്ക്കെടുത്ത് നവജീവൻ തോമസ് ചേട്ടൻ കോട്ടയം മെഡിക്കൽ കോളേജ് അനാഥനായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയെ നൽകി. ആ വ്യക്തിയിലൂടെ ഞങ്ങൾ 4 വർഷത്തോളം ഈ വാടക കെട്ടിടത്തിൽ 17 അന്തേവാസികളുമായി കഴിയുവാൻ ഇടയായി. തുടർന്ന് 1999 സ്വന്തമായൊരു സ്ഥലം വാങ്ങുവാനും അവിടെ ഒരു കെട്ടിടം പണിതുകൊണ്ട് അങ്ങോട്ട് പ്രവർത്തനം മാറ്റുവാനും ദൈവകൃപയാൽ സാധിച്ചു. തെരുവുകളിൽ കഴിയുന്ന രോഗികളായ മക്കളെ തേടി ഇവർ യാത്രയാകുന്നു. മുഴുവൻ സമയവും ഈ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന ഇവർ രാവിലെ ഈ രോഗികളെ കുളിപ്പിക്കുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. സമയാസമയങ്ങളിൽ മരുന്നും മറ്റും നൽകുകയും ഇവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ഇവർ നമ്മുടെ നാഥന്റെ സ്നേഹം കാരുണ്യത്തിന്റെ സുവിശേഷമായി ഇവരോട് പ്രകീർത്തിക്കുന്നു. ഇതിനിടയിൽ കുടുംബത്തിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തിലെ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി ഡൽഹിയിലെ ഏഷ്യൻ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ കുട്ടി ബാങ്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ബാങ്ക് ടെസ്റ്റ് എഴുതി ഇരിക്കൊണ്ടിരിക്കുന്നു. ഇളയ മോഹൻ +2 എഴുതിയിട്ട് നിൽക്കുന്നു. ഈ രക്ഷാഭവൻ പുതിയ സ്ഥലത്ത് തുടങ്ങിയെന്ന് പറഞ്ഞില്ല. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജിമ്മിച്ചൻ ഒറ്റയ്ക്കാണോ, അതിനകത്ത് ഇതിന്റെ ഗവേണിംഗ് ബോഡിയോ മറ്റെന്തെങ്കിലും ഭരണസമിതികളോ സഹായികളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇത് ആദ്യം ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കാൻ എൻ്റെ നിയമാവലിയെല്ലാം ഒരിക്കൽ എൻ്റെ ഉള്ളിലെ ഒരു ചിന്ത വന്നത്, ഇത് ഒരു സൊസൈറ്റി ആക്കിയാൽ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവസരമാകും, കൂടുതൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതനുസരിച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ഓരോ വർഷവും ഇതിൻ്റെ ഭാരവാഹികളെ മാറി മാറി എടുക്കും. അങ്ങനെ 7 പേരടങ്ങുന്ന ഒരു ഭരണസമിതിയുടെ ഒരു നേതൃത്വത്തിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയാമോ? ഇവിടെ ഇപ്പോൾ 47 സഹോദരങ്ങൾ, പ്രായമായ കിടപ്പ് രോഗികളാണ് അധികം പേരും. പുരുഷന്മാർ മാത്രമാണ്. പരസഹായം ആവശ്യമുള്ളവരാണ്. 29 പേരോളം കിടപ്പ് രോഗികളാണ്. അവരുടെ കൂടെ നിന്ന് ശുശ്രൂഷ എപ്പോഴും ആവശ്യമുള്ളവരാണ്. പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇവിടെ 200 പേരോളം ഇവിടെ മരിക്കുവാനിടയായിട്ടുണ്ട്. പക്ഷെ മരിച്ചു എന്നുള്ളതല്ല, ഇവിടെ ഈ മരിച്ച വ്യക്തികളിൽ മരണാനന്തരം ഇവരുടെ മുഖത്ത് അനുഭവപ്പെടുന്ന ആ ഒരു പ്രത്യേക ചൈതന്യം, ഒരു സന്തോഷത്തിന്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വളരെയധികം സ്പർശനവും പ്രചോദനവും നൽകുവാൻ ഇടയായിട്ടുണ്ട്. ദിവസവുമുള്ള ജപമാലയർപ്പണവും പ്രാർത്ഥനകളും ഈ കൂടാരത്തിലേക്ക് ദൈവസ്നേഹത്തിന്റെ ആർദ്രമായ അനുഭവങ്ങൾ പകർന്നു നൽകുന്നു. വികലാംഗരും രോഗികളുമായ അനേകം മക്കൾ നമ്മുടെ നാഥന്റെ സ്നേഹം നുകരുന്നത് നാം ഇവിടെ ദർശിക്കുന്നു. രോഗികളും ആലംബഹീനരുമായ 47ഓളം പേർ ഇവിടെ കഴിയുന്നു. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലച്ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം,
ആ സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണു ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റു താരാട്ടു പാടും വെള്ളച്ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം. ആ സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണു ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ മിഴിനീരുമായ്ക്കുന്ന സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ മിഴിനീരുമായ്ക്കുന്ന സ്നേഹം. ആ സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണു ദൈവം. രക്ഷാഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തോമസ് മറ്റപ്പള്ളി അച്ഛൻ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു. രക്ഷാഭവൻ എന്ന ഈ എളിയ സ്ഥാപനം ഏതാണ്ട് 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇതിനടുത്ത് തന്നെയുള്ള ഒരു പഴഞ്ചൻ വാടക കെട്ടിടത്തിൽ എളിയ നിലയിൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഉദാരമതികളുടെ സന്മനസ്സുകൊണ്ടും സംഭാവന കൊണ്ടും ഈ പുതിയ കെട്ടിടം പണിതു തീർക്കാൻ സാധിച്ചു. ഇവിടെ നോക്കാൻ ആരുമില്ലാത്ത പാവങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്. അതിന് പ്രതിഫലമൊന്നും ആരിൽ നിന്നും വാങ്ങാറില്ല. ഞാൻ പലപ്പോഴും ഈ രക്ഷാഭവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഏത് സിസ്റ്റേഴ്സാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ സിസ്റ്റേഴ്സ് ആരുമില്ല. ഇവിടെ ഉദാരമതികളായ സേവനസന്നദ്ധരായ കുറേ സഹോദരന്മാരാണ് ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവരുടെ ഈ സേവന സന്നദ്ധത എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വല്ലപ്പോഴുമൊക്കെ വരികയും എന്നിൽ നിന്ന് ഇവരാവശ്യപ്പെടുന്ന ഗൈഡൻസ് നൽകുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇവിടുത്തെ അനുദിന ജോലികൾ ഈ ശുശ്രൂഷകരായ സഹോദരന്മാർ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ സേവനം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്കും ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. ദിവസം തോറും 4 പ്രാവശ്യമെങ്കിലും ദീർഘമായ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ ഇവിടുത്തെ ശുശ്രൂഷകരും അതുപോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികളായ സഹോദരങ്ങളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. രക്ഷാവൻ കൂട്ടായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കൂട്ടായ്മയെ കർത്താവ് തന്നെ രൂപപ്പെടുത്തിയാണെന്ന് പലപ്പോഴും തോന്നിപ്പോകും ഞങ്ങൾക്ക്. ജീവിതത്തിന്റെ ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഈ കൂട്ടായ്മയിലെ ഭൂരിപക്ഷ അംഗങ്ങളും. കർത്താവ് അവർക്ക് കൊടുത്ത നന്മകൾ, അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കൊടുത്ത നന്മകൾക്ക് ഈ കൂട്ടായ്മയിലൂടെ ചെയ്യുന്നതിന് ഒന്നുമല്ലെന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നത്. ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് മടങ്ങി ചെല്ലുമ്പോൾ വീട്ടിൽ കിട്ടുന്ന ആനന്ദവും സന്തോഷവും അത് വിവേചിക്കുക അസാധ്യകരമായ കാര്യമാണ്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിൽ നിന്ന് ഇത്രയ്ക്ക് എങ്ങനെ കർത്താവിന് കൈപിടിച്ചുയർത്താമെന്നത് തന്നെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് ആശ്ചര്യകരമായിട്ട് അത് പലപ്പോഴും പലരോടും പറഞ്ഞാൽ വിസ്മരിക്കും. അത് എന്തൊക്കെയോ പുലുമ്പുന്നേ പറയുള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് മറ്റൊന്ന്, ഒരമ്മ പെറ്റ മക്കൾക്കുള്ള ഐക്യത്തെക്കാൾ ഒരു ദൈവീക ഐക്യം ഈ കൂട്ടായ്മയിലുണ്ട്. ആരും ഒരു തീരുമാനവുമായിട്ടല്ല ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. ഈ കൂട്ടായ്മ കർത്താവിൽ വെച്ച് ഓരോ മീറ്റിംഗ് കൂടുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളെ കൊണ്ട് രൂപപ്പെടുത്തി തീരുമാനങ്ങളായിട്ട് വരും. എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന തീരുമാനം മാത്രമേ നടപ്പാവുള്ളൂ. പരസ്പരം സ്നേഹം പങ്കിടുന്നു. ഒത്തിരി കുറവുകളുള്ളവരുണ്ട് ഈ കൂട്ടായ്മയിൽ, ഒത്തിരി നന്മകളുള്ളവരുണ്ട്. നന്മ ഉള്ളവരുടെ അങ്ങനെ മിങ്കിൾ ചെയ്ത ഒത്തിരി കഴിവുള്ളവരൊന്നുമല്ല. പക്ഷെ കർത്താവ് എങ്ങനെയോ ഉപയോഗിക്കുന്നു. ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളാണെങ്കിലും ഒരു വീട് നടത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് ഈസിയായിട്ട് നടന്നു പോകുന്നു. എത്ര മനോഹരമായിട്ട് നടന്നു പോകുന്നത്. പലപ്പോഴും ഇവരെ കാണുമ്പോൾ, ഇവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി
ടയർഡായിട്ട് വന്ന് ചെയ്യുന്നവരും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തോ വലിയൊരു കാര്യം അത് കർത്താവിന് തന്നെ ചെയ്തു കൊടുക്കുന്ന അനുഭവം ആ ചെയ്യുമ്പോൾ അല്ലെങ്കിലും പിന്നീട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് പുറത്താണെങ്കിലും ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവ് അവിടെയൊക്കെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി സന്തോഷകരമായി പോകുന്നു. ഇത്രയും ഈ കാലം അത്രയായിട്ട് 250 പേരെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് മരണം വഴിയൊക്കെയും വേർപെട്ട് പോയിരിക്കുന്നു. ഇത്രയും പേർക്ക് ഒരു അഭയം കൊടുക്കാൻ കർത്താവ് ഞങ്ങളിലൂടെ രൂപപ്പെടുത്തിയ ആ വലിയ പദ്ധതി ഈ എളിയവനിൽ ഒരുവന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്തു തരുന്നതെന്നുള്ള ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആ വചനം ഞങ്ങളെ പലപ്പോഴും ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ അനുദിനമുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ദൈവപരിപാലനയിൽ മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ തന്നെ 148 പേരുടെ മരുന്നും ഭക്ഷണവും മറ്റെല്ലാ സംഗതികളും വേണമല്ലോ. അത് എപ്രകാരം നടക്കുന്നു? ദശാംശങ്ങൾ ഓരോരുത്തരവിടെ എത്തിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ അവസരങ്ങളിൽ, മരണവാർഷികങ്ങൾ, ജന്മദിനങ്ങൾ, പിന്നെ ഗൃഹപ്രവേശം, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവരിത് നൽകുവാനായിട്ട് പ്രത്യേക താല്പര്യങ്ങൾ കാണിക്കുന്നു. അതിലൂടെ അവിടുത്തെ അനുദിന പ്രവർത്തനങ്ങൾക്ക് ഒരു മുട്ടുമില്ലാതെ നടക്കുവാൻ ദൈവം ഇടയാക്കുന്നു. ഇത്രയും നാളത്തെ ശുശ്രൂഷയിലെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ധാരാളം ഓർമ്മകൾ കാണുമല്ലോ. ഏതെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിച്ചതിന്റെ ശരിയായ ആനന്ദം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? 1995 ഒരു കൈയും കാലും തളർന്ന ഒരു സഹോദരനെ SD സിസ്റ്റേഴ്സ് അവിടെ കൊണ്ടുവന്നു. ഈ സഹോദരൻ 18 വർഷമായി ഭാര്യയുമായി പിള്ളേരുമായി വേർപെട്ട് കഴിഞ്ഞിരുന്ന ഭാര്യ ഒരു അധ്യാപികയായിരുന്നു. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരന് വസൂരി പോണക്കത്തെ ഒരു അസുഖം വന്നു. നെറ്റിയുടെ ഇവിടെ മുതൽ പാദം വരെ സൂചി കുത്താനിടയില്ലാത്ത പോലെ വലിയ വ്രണമായിരുന്നു, ഗുരുക്കളും. ദേഹത്തിന് തൊടാൻ പോലും സമ്മതിക്കുകയില്ലായിരുന്നു. അദ്ദേഹം സ്വാധീനം കുറഞ്ഞ് താഴെ വീണ് കട്ടിലെന്ന്. അദ്ദേഹത്തെ ഒന്ന് പൊക്കിക്കിടത്താൻ ഒരു 1.25 മണിക്കൂർ എടുത്തു. അതുപോലെ പിടിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ കട്ടിലേലെ ദേഹത്ത് പറ്റിയ അഴുക്കെല്ലാം തൂത്ത് കടത്തി. ഇത് കഴിഞ്ഞ് അദ്ദേഹം സുഖപ്പെട്ട് കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞ് ബന്ധപ്പെടാതിരുന്ന ഭാര്യയും മക്കളും കൂടെ വന്ന് ബന്ധപ്പെടുകയും അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം തന്റെ മക്കൾ വിദേശത്തുമൊക്കെ ആയിട്ട് നല്ല സന്തോഷമായി കഴിയാനായിട്ട് ദൈവം അനുവദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കലൊരു കത്തെഴുതി, എൻ്റെ ഭർത്താവിനെ നിങ്ങളൊരു മനുഷ്യനാക്കി തന്നു, അതുപോലെ തന്നെ അവിടെ എൻ്റെ മകളുടെ വിവാഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ നടക്കും, അത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എഴുതിയ ആ കത്ത് ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം തരുന്ന ഒരു സംഭവമാണ്. ഇതേപോലെ തന്നെ വളരെ വിഷമം തോന്നിയ ഒരു സംഭവം പറയാമോ? വളരെ വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ ദിവ്യബലി മധ്യേ ഒരു പ്രചോദനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള പഠിപ്പീരെ ഉപേക്ഷിച്ചു. കൂടാതെ ഫിനാൻസിങ് ഉണ്ടായിരുന്നു, അതും ലക്ഷക്കണക്കിന് രൂപ ഉപേക്ഷിച്ചു. ഇതെല്ലാം ഉപേക്ഷിച്ചു ഈ പ്രവർത്തനത്തിലേക്ക് വന്നപ്പോഴേ പലരും പറഞ്ഞു ഇത് പണം ഉണ്ടാക്കാനാ, അല്ലെങ്കിൽ അവൻ കുടുംബം നോക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെല്ലാം പറഞ്ഞു. ഒത്തിരി ഏറ്റവും അടുത്തവരും വേണ്ടപ്പെട്ടവരും എല്ലാം ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ താൽക്കാലികമായ വിഷമം ഉണ്ടായി. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു സഹോദരന് ബോംബെ ജോലി ചെയ്തിരുന്ന അദ്ദേഹം 2 കണ്ണും കാഴ്ച നഷ്ടപ്പെട്ട് വലിയൊരു കുടുംബത്തിലെയാണ്. ഒരു സഹോദരി കന്യാസ്ത്രീയുണ്ട്, അവർ ഇവിടെ വരുവാനിടയായി. ഒരിക്കൽ അദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്കായി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭിത്തിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം മുട്ടി. ഉടനെ പെട്ടെന്ന് അദ്ദേഹം ഞാൻ ബ്ലൈൻഡില്ല നിനക്കറിയാമല്ലോ എന്നും പറഞ്ഞ് എൻ്റെ മുഖവും കണ്ണൂടെ തീർത്ത് ഒറ്റ അടി അടിച്ചു. പെട്ടെന്നൊരു വിഷമം തോന്നിയെങ്കിലും അടുത്ത നിമിഷം ദൈവത്തിൻ്റെ ശക്തിയാൽ അതിനെ അതിജീവിക്കാൻ സാധിച്ചു. നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവന്റെ അപ്രതീക്ഷിത രക്ഷ കണ്ട് അവർ പറയും, നാം പറഞ്ഞു ഇവന്റെ മാർഗം ഭ്രാന്താണെന്നും അവസാനം വഴിപിഴച്ചതാകുമെന്ന്. എന്നാൽ ഇവൻ എങ്ങനെ നീതിമാന്മാരോടുകൂടി എണ്ണപ്പെട്ടു, നമുക്കാണ് തെറ്റുപറ്റിയത് എന്ന് പറയുന്ന ഒരു രംഗം വിജ്ഞാനത്തിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലുണ്ട്. വാസ്തവത്തിൽ സഹോദരന്റെ ഷെയറിങ് ദൈവവിളി ശ്രവിച്ചു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന നിലപാടും കാഴ്ചപ്പാടുമൊന്നും ലോകത്തിനോ മറ്റുള്ളവർക്കോ മനസ്സിലാകണമെന്നില്ല. എന്നാലും ആ വിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത്ര മഹത്തായ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്ന സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീരാൻ ഇടയാകട്ടെ. ഞങ്ങളോട് സഹകരിച്ചിരുന്നു.
കൂട്ടായ്മയുടെ സുവിശേഷം കാരുണ്യമാണെന്ന് നാം ഇവിടെ തിരിച്ചറിയുന്നു. ദൈവാത്മാവ് ഇന്നും ഹൃദയങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ കിരണങ്ങൾ പകർന്നു നൽകുന്നുവെന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ വഴി നാം കാണുന്നു. ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്നും ഞങ്ങൾ മടങ്ങുമ്പോൾ കുട്ടനാടിന്റെ കായലോരങ്ങളെയും പ്രകൃതിയെയും തഴുകിവരുന്ന കുളിർക്കാറ്റിൽ ആർദ്രമായ ആത്മീയ സ്നേഹം പകർന്നു നൽകുന്ന കൂട്ടായ്മയായി ഇവർ നിലനിൽക്കുന്നതായി ഞങ്ങൾ ദർശിച്ചു. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു.